ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഭൂരിഭാഗം സർവേ ഏജൻസികളും പ്രവചിച്ചത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നതാണ്. 350-ലേറെ സീറ്റുകൾ NDA നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത്. അതേസമയം NDA 250-ൽ താഴെ സീറ്റിൽ ഒതുങ്ങുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് DB ലൈവ് ന്യൂസ്. ചാനൽ നടത്തിയ എക്സിറ്റ് പോൾ NDAക്ക് 207 മുതൽ 241 വരെ സീറ്റ് മാത്രമാണ് DB ലൈവ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. അതേസമയം ഇന്ത്യക്ക് 255 മുതൽ 290 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പ്രവചനം. മറ്റുള്ളവർക്ക് 29 മുതൽ 51 സീറ്റാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ 39-ൽ 39ഉം ഇന്ത്യ നേടാനുള്ള സാധ്യത DB ലൈവ് എക്സിറ്റ് പോളിൽ പറയുന്നു. 37 മുതൽ 39 വരെ സീറ്റാണ് തമിഴ്നാട്ടിൽ പ്രവചിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്ത്യക്ക് 28 മുതൽ 30 സീറ്റ് കിട്ടുമ്പോൾ NDAക്ക് 18 മുതൽ 20 സീറ്റുകളാണ് ലഭിക്കുന്നത്. കർണാടകയിൽ ഇന്ത്യക്ക് 18 മുതൽ 20 സീറ്റും NDAക്ക് 8 മുതൽ 10 സീറ്റുമാണ് പ്രവചനം. DB ലൈവ് എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ 16 മുതൽ 18 സീറ്റുകൾ വരെ UDF നേടുമെന്നാണ് പറയുന്നത്. LDF 2 മുതൽ 3 സീറ്റിൽ വരെ ഒതുങ്ങും. BJPക്ക് പരമാവധി 1 സീറ്റ് മാത്രമാണ് DB ലൈവ് ന്യൂസ് കേരളത്തിൽ പ്രവചിക്കുന്നത്. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് DB ലൈവ് എക്സിറ്റ് പോൾ ആണെന്ന് കോൺഗ്രസ് നേതാവ് ലവ് ദത്ത എക്സിൽ പറഞ്ഞു. അതേസമയം NDAക്ക് ഹാട്രിക് വിജയം പ്രവചിച്ച എക്സിറ്റ് പോളുകളെ തള്ളിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇത് മോദി പോൾ ആണെന്നും യഥാർത്ഥ ഫലമല്ലെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതൊരിക്കലും എക്സിറ്റ് പോൾ അല്ല, മോദി മീഡിയയുടെ പോളാണ് എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ഇന്ത്യ സഖ്യം എത്ര സീറ്റുകൾ നേടുമെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ സിന്ധു മൂസ വാലയുടെ 295 എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. NDA സർക്കാർ മൂന്നാമതും അധികാരത്തിലേറുമെന്ന സൂചനകളാണ് എക്സിറ്റ് പോളുകൾ നൽകിയത്. അതിനോടൊപ്പം തന്നെ എക്സിറ്റ് പോളുകൾ കോർപ്പറേറ്റ് ഗെയിം ആണെന്നും ശുദ്ധ തട്ടിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ശിവസേന നേതാവും രാജ്യസഭാ MP-യുമായ സഞ്ജയ് റാവുത്ത്. എക്സിറ്റ് പോൾ നടത്താൻ മാധ്യമ കമ്പനികൾക്കുമേൽ സമ്മർദ്ദമുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ സഖ്യം 295 മുതൽ 310 സീറ്റുകൾ വരെ നേടി വിജയിക്കുമെന്നും റാവുത്ത് അവകാശപ്പെട്ടു. ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി അധ്വാനിച്ചിട്ടുണ്ട്, അതിന്റെ ഫലം തീർച്ചയായും ലഭിക്കും. അതിനാൽ എക്സിറ്റ് പോളിന്റെ ആവശ്യമൊന്നുമില്ലെന്നും റാവുത്ത് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ാം തവണയും അധികാരത്തിലെത്തുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. ഇന്ത്യ സഖ്യം 200 സീറ്റ് തികക്കില്ലെന്നും പ്രവചനമുണ്ടായി. ഇത്തരം മാധ്യമ കമ്പനികൾ സ്വതന്ത്രമായാണോ എക്സിറ്റ് പോൾ നടത്തുന്നതെന്നും റാവുത്ത് ചോദിച്ചു. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും നേതൃത്വത്തിലുള്ള ശിവസേനയും കോൺഗ്രസും ശരത് പവാറിന്റെ NCPയും ഒന്നിച്ചു ചേർന്നാണ് മത്സരിക്കുന്നത്. ആകെയുള്ള 48 ലോക്സഭാ സീറ്റിൽ 35 എണ്ണത്തിൽ സഖ്യത്തിന് വിജയം ഉറപ്പാണെന്നും റാവുത്ത് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ പോലെ ഉത്തർപ്രദേശ്, ബീഹാർ, ഹരിയാന, കർണാടക സംസ്ഥാനങ്ങളിലും മാറ്റത്തിന്റെ അലയൊലിയുണ്ടാകും. UPയിൽ ആകെയുള്ള 80 സീറ്റുകളിൽ 30 എണ്ണത്തിൽ ഇന്ത്യ സഖ്യം വിജയിക്കും. ബീഹാറിൽ RJDക്ക് 40-ൽ 16 സീറ്റുകൾ ഉറപ്പാണെന്നും റാവുത്ത് അവകാശപ്പെട്ടു.